ഇത്രയും കാലം ചെല്ലും ചെലവും കൊടുത്ത് ഒരേ ഒരു മോനെ കാക്കയ്ക്കും പരുതിനും കൊടുക്കാതെ വളർത്തിക്കൊണ്ട് വന്നത് വല്ലവന്റെയും വീട്ടിൽ വിടുപണി ചെയ്യിപ്പിക്കാനാണോടാ? കഷ്ടം. എടാ, എന്തായാലും മാണിക്കോത്ത് അനന്തരാവകാശിക്ക് പറ്റിയ പണി തന്നെ. എടാ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതിനേക്കാൾ ഭേദം നീ നേരത്തെ പറഞ്ഞത് തന്നെ, നിന്റെ മരണം. പക്ഷേ നീ ചത്ത് മലച്ചു മേളി ചെന്നാലും നിനക്ക് ഗതി കിട്ടത്തില്ലടാ. അവിടെ നിന്നെ പിന്തുടരും. നീ പറഞ്ഞു പറ്റിച്ച എന്റെ പൊന്നുമോളുടെ ശാപം. സത്യമല്ലടാ ഞാൻ പറഞ്ഞേ. നീ പറഞ്ഞ് ചതിച്ചില്ലടാ എന്റെ മോളെ. ഇനി ഒരു നല്ല ജീവിതം എന്റെ മോൾക്കുണ്ടാവൂടാ. ഇനിയും ഞാനിവിടെ നിന്നാ ഞാൻ പലതും പറയും. അതൊരു പക്ഷേ നിന്റെ ഈ ചങ്കിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. വരട്ടേടാ മഹേന്ദ്ര. കഴിയുമെങ്കിൽ ഈ മാനക്കേടിൽ നിന്ന് അവനെ രക്ഷിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മാണിക്കോത്തും മഹേന്ദ്രൻ എന്ന നിന്റെ അഹംഭാവത്തിന്റെ നെറ്റിപ്പട്ട ഉണ്ടല്ലോ, അത് അഴിച്ച് ഇവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാ മതി. ഇല്ലെങ്കിൽ നാട്ടുകാര് കൂവടാ. മഹേന്ദ്ര, എന്റെ മകളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ അത് കാത്തിരുന്ന് കണ്ടോടാ. വണ്ടി എടുക്കടാ. മഹേട്ട, നമ്മുടെ മോൻ